ഒരു ബംഗാളി കഥ. എഴുതിയത് സുചിത്ര ഭട്ടാചാര്യ. വിവർത്തനം സുനിൽ ഞാളിയത്ത്. പേരറിയ പക്ഷി. നിറമിഴികളോടെയാണ് അഞ്ജന ആ കിളിയെ നോക്കിയത്. തൂവലുകളാൽ പൊതിയപ്പെട്ട ഒരു കുഞ്ഞു രൂപമായിരുന്നു അതിൻ്റേത്. വേണ്ടി വന്നാൽ ഉള്ളം കൈയിൽ ഒതുക്കിയിരുത്താവുന്നത്ര ചെറുത്. കടും നീല നിറമുള്ള ചിറകുകൾ, തലയിൽ ചുവപ്പു നിറമാർന്ന കിന്നരി, വെളുപ്പും മഞ്ഞയും നിറങ്ങൾ വാരി വിതറിയ മാറിടം, കൺമഷിക്കറുപ്പുള്ള കണ്ണുകൾ. കിടപ്പുമുറിയുടെ തെക്കുവശത്തുള്ള സദാ തുറന്നിടാറുള്ള ജനലിൻ്റെ ഡിസൈനുള്ള ഗ്രില്ലിലിരുന്ന് കിളി ചിലച്ചു. കോയ് കോയ്. അതുകേട്ട് അഞ്ജനയുടെ നെഞ്ച് ക്രമാതീതമായി മിടിച്ചു. കിളി വീണ്ടും ചിലച്ചു. കോയ് കോയ്. എവിടെ നിന്നായിരിക്കും ആ കിളി എത്തിയത്? ഇങ്ങനെ അത് ചിലയ്ക്കുന്നത് എന്തിനായിരിക്കും? അതിനു മുൻപൊരിക്കലും ആ കിളി അഞ്ജനയുടെ കണ്ണിൽ പെട്ടിട്ടില്ലായിരുന്നുവല്ലോ. കണ്ണിൽ പെടുന്നതെങ്ങനെ? കാണാൻ നേരമെവിടെ? 1 മാസത്തോളമായി വീടു നിറയെ ആളുകളാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരുമൊക്കെയായി പകലന്തിയോളം അഞ്ജനയുടെ വീട് സന്ദർശകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. വിവരമറിഞ്ഞവരെല്ലാം അങ്ങോട്ടേക്കൊഴുകിയെത്തുകയായിരുന്നു. അമ്മയും അനിയത്തിയും ഏറെ ദിവസങ്ങൾ നിഴൽ പോലെ ഒപ്പം നിന്നു. ഏട്ടനും ഏട്ടത്തിയും രാവിലെയും വൈകിട്ടുമായി മാറി മാറി എത്തി. നെഞ്ചിനുള്ളിൽ നിലവിളി തളം കെട്ടാനുള്ള ഇടവേള പോലും ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ അഞ്ജനയ്ക്ക് ആരും നൽകിയില്ല. ശ്മശാനത്തിൽ നിന്ന് ബന്ധുക്കൾ തിരിച്ചെത്തിയതും സാവധാനം പിരിഞ്ഞു പോയതുമെല്ലാം അഞ്ജന അറിഞ്ഞത് ഉറക്കഗുളികയുടെ സഹായത്തോടെയുള്ള പാതിമയക്കത്തിലായിരുന്നു. അവ്യക്തതയോടെയാണ് അവരുടെ സംഭാഷണങ്ങൾ കാതിലെത്തിയിരുന്നത്. 2 മുറികളുള്ള ആ വാടക വീട്ടിൽ നിറയെ ആളുകളായിരുന്നു. അവരുടെ അടക്കിപ്പിടിച്ച സംസാരത്തിന് ഒരേ താളമായിരുന്നു. അത് ആ വീട്ടിലെ മുറികളിൽ മാത്രമല്ല, സോഫയിലും കട്ടിലിലും ഡൈനിങ് ടേബിളിലും കണ്ണാടിയിലും കയ്യിലും ചട്ടിയിലും കൊടിലിലുമെല്ലാം ചീവീടിൻ്റെ കരച്ചിൽ പോലെ മാറ്റൊലി കൊണ്ടു. വലതുവശം തിരിഞ്ഞു കിടന്നപ്പോൾ കാതിലെത്തിയത് അവിടെ കൂടി നിന്നവരുടെ വിലാപങ്ങളായിരുന്നുവെങ്കിൽ, ഇടതുവശം തിരിയവേ കേൾക്കാനായത് സന്ദർശകരിൽ ചിലരുടെ ക്ഷോഭം തിങ്ങിയ തപ്തവചനങ്ങളായിരുന്നു. മലർന്നു കിടന്നപ്പോഴൊക്കെ മാറ്റുലി കൊണ്ടത് മുറിയിലെ വിറങ്ങലിച്ചു നിന്ന കാറ്റിനെ വകഞ്ഞുയർത്തുന്ന അമ്മയുടെ ഉച്ചത്തിലുള്ള കരച്ചിലായിരുന്നു. പേരക്കുട്ടിയുടെ മരണം നൽകിയ ആഘാതത്തിൽ അവർ സമനില തെറ്റിയ പോലെ ഓരോ കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നു. അത്യാഹിതം സംഭവിച്ചതറിഞ്ഞ് ഓടിക്കൂടിയവരുടെ കൂട്ടത്തിൽ ആ കിളിയും വന്നതായിരിക്കുമോ? ആ സാധുജീവിയും കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമോ? വീട്ടിലെത്തിയവരെല്ലാം ഒന്നൊന്നായി പിരിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ ആകെ അവശേഷിക്കുന്നത് അഞ്ജനയും ശാന്തനുവും മാത്രം. ആളുകൾ നിറഞ്ഞു നിന്ന വീടിപ്പോൾ കളി കഴിഞ്ഞ മൈതാനം പോലെ വിജനമായിരിക്കുന്നു. പച്ചപ്പിൻ്റെ ഒരംശം പോലുമില്ലാത്ത, ആകാശത്തിൻ്റെ ഒരു ചെറിയ തുണ്ടുപോലും വെളിപ്പെടാത്ത വെന്തുവെണ്ണീറായ ഒരു പ്രദേശം പോലെ വീട് നിലകൊണ്ടു. അവിടെ ഉണ്ടായിരുന്ന ഊഷ്മളതയുടെ അവസാന കണിക പോലും പിഴിഞ്ഞെടുത്തുകൊണ്ടാണ് മിമി യാത്രയായത്. അത്രയേറെ നിർജീവമായ ആ വീട്ടിൽ പിന്നെ എന്തിനാവാം ആ കിളി എത്തിയത്? 2. ശന്തനു ഓഫീസിൽ പോയി തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നതേയുള്ളൂ. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ വിജനതയ്ക്കും ഒരു ഭാഷയുണ്ടായിരുന്നു. താളക്രമമില്ലെങ്കിലും അർത്ഥശൂന്യമാണെങ്കിലും അങ്ങനെയൊരു ഭാഷയെങ്കിലും ഉണ്ടായിരുന്നത് എത്ര ആശ്വാസമായിരുന്നു. ഓരോരോ വാക്കുകളെ അടുക്കി വച്ച് അവർ പരസ്പരം കൈകോർത്തു. രാവിലെ മേശയ്ക്കിരുവശത്തുമായി നേർക്കുനേരിരുന്ന ചായ കുടിക്കവേ അഞ്ജന ചോദിച്ചു, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് എടുക്കട്ടെ? വേണ്ട, നല്ല സുഖം തോന്നുന്നില്ല. രാത്രിയിൽ തോന്നിയ തലവേദന മരുന്ന് പുരട്ടിയപ്പോൾ കുറഞ്ഞോ? മരുന്ന് പുരട്ടി, ഗുളികയും കഴിച്ചു, പക്ഷെ മാറിയില്ല. ചായ മുത്തിക്കുടിച്ച് ശന്തനു വാക്കുകൾക്കായി പരതി. പഞ്ചസാര തീർന്നോ? എന്തു പറ്റി? ചായയിൽ പഞ്ചസാര കുറച്ചതാണോ? കുറച്ചിട്ടതാണ്. അധികം പഞ്ചസാര ഉപയോഗിക്കുന്നത് നല്ലതല്ല. അധികമെന്ന വാക്ക് നിലച്ചിരിക്കാതെ നാവിൽ നിന്നൂർന്നു വീണതായിരുന്നു. പക്ഷേ അതേ തുടർന്ന് ഇരുവരും മൂകരായി.
തോന്നുമ്പോഴൊക്കെ കൈനിറയെ പഞ്ചസാര വാരിക്കഴിക്കുന്ന ശീലക്കാരിയായിരുന്നു മിമി. അവളെ നിലയ്ക്കു നിർത്താനായി പഞ്ചസാരപാത്രം അടുക്കള അലമാരയുടെ മുകളിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ സ്റ്റൂളിട്ട് കയറി പഞ്ചസാരപാത്രം എടുക്കാൻ മിമി തുനിയുമ്പോഴാണ് അഞ്ജനയുടെ പിടിയിലായത്. അപ്പോൾ തോന്നിയ അരിശത്തിന് നല്ല അടി കൊടുക്കുകയും ചെയ്തു. അന്ന് മിമിയുടെ രക്ഷയ്ക്ക് ഓടിയെത്തിയത് ശന്തനുവായിരുന്നു. ഒന്നും ഉരിയാടാനാവാതെ അഞ്ജന ചായ മൊത്തി കുടിച്ചു. ശന്തനു പത്രത്തിൽ മുഖം പൊഴുത്തി. മറ്റെന്തെങ്കിലും സംസാര വിഷയത്തിലേക്ക് അള്ളിപ്പിടിച്ചു കയറാൻ നന്നേ തത്രപ്പെടുകയായിരുന്നു ഇരുവരും. അവർക്കിടയിലെ തടിമേശ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയിരുന്നെങ്കിലെന്ന് അവർ വെറുതെ മോഹിച്ചു. ചുറ്റുമുള്ള ചുവരുകളിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ അടർന്നു വീണിരുന്നെങ്കിലെന്ന് അവർ സ്വപ്നം കണ്ടു. പക്ഷേ കോടാനുകോടി വാക്കുകൾ നിറഞ്ഞ ഭൂമി പാറ പോലെ ഉറഞ്ഞുകിടന്നു. ഏറെ നേരം അവിടെ ഇരുന്നതിനൊടുവിൽ ശന്തനു ഒരു യന്ത്രമനുഷ്യനെ പോലെ യാന്ത്രിക ചലനങ്ങളോടെ കുളിമുറിയിൽ കയറി വാതിലടച്ചു. മറ്റൊരു യന്ത്രപ്പാവയെപ്പോലെ അഞ്ജന അടുക്കളയിലേക്ക് നീങ്ങി. കുളിമുറിയിൽ കയറിയ യന്ത്രമനുഷ്യൻ അവിടെ ചുവരിൽ തൂങ്ങിയാടിയ റോസ് നിറമുള്ള ബേബി ടൂത്ത് ബ്രഷിൽ നോട്ടമുടക്കി മരവിച്ചു നിന്നു. അടുക്കളയിലെത്തിയ യന്ത്രപ്പാവയുടെ കണ്ണുകൾ തറച്ചു നിന്നത് അലമാരയുടെ മുകൾ തട്ടിലിരുന്ന പഞ്ചസാര പാത്രത്തിലായിരുന്നു. ഓഫീസിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് അഞ്ജനയുടെ ശിരസിൽ തലോടിയ ശേഷം ശന്തനു പറഞ്ഞു, സമയത്തിന് ഭക്ഷണം കഴിക്കണം, വൈകരുത്. വിറയാർന്ന ശബ്ദത്തിൽ അഞ്ജന ചോദിച്ചു, എപ്പോൾ തിരിച്ചെത്തും? കഴിവതും നേരത്തെ. വൈകുന്നേരം ചേച്ചിയുടെ വീട്ടിൽ പോകാം. പുറത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിനു മുൻപ് ശന്തനു ഷോക്കേസിലേക്ക് വെറുതെ നോട്ടമെറിഞ്ഞു. അവിടെ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോ ഫ്രെയിമിലിരുന്ന് മിമിയെ കുടുകുടെ ചിരിച്ചു. ശന്തനു പോയാൽ അഞ്ജന വീടിനുള്ളിൽ വെറുതെ ചുറ്റി നടക്കും. പത്രത്താളുകളിലൂടെ വ്യർത്ഥമായി കണ്ണോടിക്കും. വീണ്ടും മുറികളിലൂടെ എന്തോ തിരഞ്ഞിട്ടെന്ന വണ്ണം ചുറ്റാൻ തുടങ്ങും. എവിടെയും അവർ കണ്ടെടുത്തത് മിമിയുടെ സാന്നിധ്യമായിരുന്നു. വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും മിമി ഉണർന്നു കിടന്നിരുന്നു. കുഞ്ഞുടുപ്പുകളായി, കുട്ടിച്ചെരുപ്പുകളായി, കളിപ്പാട്ടങ്ങളായി, ചിത്രപുസ്തകങ്ങളായി മിമിയുടെ ഓർമ്മകൾ അവരെ വാരിപ്പുണർന്നു. നേരം ഉച്ചയോടടുത്താൽ കനം വച്ചു തുടങ്ങിയ തൻ്റെ ശരീരവുമായി അഞ്ജന ഒരു വിധേന കുളിച്ചിറങ്ങും. യന്ത്രം കണക്ക് ഭക്ഷണം കഴിക്കും. പിന്നീട് പകലൊടുങ്ങും വരെ കട്ടിലിൽ ഒരേ കിടപ്പ്. ഒടുങ്ങാതെ നിൽക്കുന്ന ആരോ കുറ്റിയിൽ തറച്ചിട്ട പോലെ നിശ്ചലമായി കിടക്കുന്ന പകലുകളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അഞ്ജനയുടെ ആധി ഏറി വന്നു. എത്ര ശക്തി സംഭരിച്ചൊന്തിയിട്ടും നീങ്ങാതെ കിടക്കുന്ന വസ്തുവായി പകൽ മാറി. ഓരോ നിമിഷവും അവരുടെ ഉള്ളിൽ പെരുമ്പറ മുഴക്കിയാണ് കടന്നുപോയത്. സുദീർഘമായ പകലുകളെ എണ്ണി എണ്ണി തീർക്കാനാവുമെന്ന പ്രതീക്ഷയിൽ, വൈകുന്നേരമായാൽ വീട്ടുവേലക്കാരി പാത്രം കഴുകാൻ വരുമെന്ന പ്രതീക്ഷയിൽ, ജ്യേഷ്ഠമാസത്തിലെ ഉഷ്ണക്കാറ്റ് യമദൂതനെ പോലെ കടന്നുവന്ന് തന്നെ ചുരുട്ടിയെടുക്കുമെന്ന പ്രതീക്ഷയിൽ അഞ്ജന കട്ടിലിലിരുന്നു. തീർത്തും അസഹ്യമായി മാറിയ ആ ദിവസങ്ങളിലൊന്നാണ് ആ കിളി വരാൻ തുടങ്ങിയത്. ആദ്യ ദിവസം ജനലിൻ്റെ മൂലയിലാണ് അത് വന്നിരുന്നത്. ഏതാനും തവണ തലവെട്ടിച്ച് അത് മുറിയിലാകെ ഒന്ന് വീക്ഷിച്ചു. ആരെയോ തിരക്കുകയാണോ അത്? പിന്നീട് വാലു കുലുക്കിക്കൊണ്ട് കിളി ചിലച്ചു, കോയ് കോയ്. അഞ്ജന മുന്നോട്ടാഞ്ഞതും ഒന്ന് ചിരിച്ചുകൊണ്ടെന്ന വണ്ണം കിളി ചിറകടിച്ചകലേക്ക് പറന്നു. ജനലിൻ്റെ ഗ്രില്ലിൽ മുഖമമർത്തി കിളിയെ കാത്ത് അഞ്ജന അങ്ങനെ ഏറെ സമയം നിന്നു. വീടിനോട് ചേർന്ന ഒഴിഞ്ഞ പറമ്പിൽ നഗരനിയമം തെറ്റിച്ചിട്ടെന്ന വണ്ണം മരങ്ങൾ ഇടതൂർന്നു നിന്നിരുന്നു. അവിടെയുണ്ടായിരുന്ന പൂത്തുലഞ്ഞു നിന്നിരുന്ന വാഗമരത്തിലായിരിക്കുമോ കിളിയുടെ കൂട്? വാഗമരത്തിൻ്റെ നോക്കിയാൽ കാണാവുന്ന ചില്ലകളിലെല്ലാം കിളിക്കൂട് കാണാനായേക്കുമെന്ന പ്രതീക്ഷയോടെ അഞ്ജന സാഗൂതം നോക്കി. ചില്ലകൾക്കിടയിലൂടെ ഓടിക്കളിക്കുന്ന 2 അണ്ണാൻ കുഞ്ഞുങ്ങളെയും കൊക്കുരുമുന്ന 2 ഇണക്കിളികളെയും അവർ കണ്ടു. പറമ്പിലെ മറ്റൊരു മരച്ചില്ലയിലിരുന്ന് മൈനകൾ കലപില കൂട്ടി. എന്നാൽ പതിവായി വിരുന്നെത്തുന്ന കിളിയെ മാത്രം കാണാനുണ്ടായിരുന്നില്ല. ആ നേരത്താണ് കോളിംഗ് ബെൽ ശബ്ദിച്ചതും വീട്ടുവേലക്കാരി എത്തിയതും. വീട്ടിൽ ആളനക്കമായതോടെ അഞ്ജന കിളിയുടെ കാര്യം വിസ്മരിച്ചു. പക്ഷേ പിറ്റേന്ന് പതിവ് തെറ്റിക്കാതെ കിളി വീണ്ടും എത്തി. കൃത്യനിഷ്ഠയോടെ ഉച്ചതിരിഞ്ഞ നേരത്തു തന്നെ.
പതിവിനു വിപരീതമായി ഒരൽപ്പം വെപ്രാളത്തോടെയാണത് ഗ്രില്ലിൽ വന്നിരുന്നത്. ജനലിൻ്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അത് തിടുക്കപ്പെട്ട് നടന്നു. പിന്നെ പെട്ടെന്ന് പറന്നുയർന്ന് അഞ്ജനയുടെ നേർക്കെത്തി. ആ നേരം ജനലിലൂടെ ചിതറിവീണ വെയിൽ നാളങ്ങൾ മൂകത നിറഞ്ഞ മുറിയിൽ നൃത്തം വച്ചു. അഞ്ജന ശ്വാസമടക്കി പിടിച്ചു കിടന്നു. കിളി പറന്നകലുമെന്ന ഭീതിയിൽ കിടന്നിടത്തുനിന്ന് ഒന്നിളകാൻ പോലും അവർ കൂട്ടാക്കിയില്ല. 1-2 തവണ മുറിയിൽ താളമിട്ട് പറന്നതിനൊടുവിൽ അഞ്ജനയുടെ നേർക്കുനോക്കി വികലമാവാത്ത മനുഷ്യ ശബ്ദത്തിൽ കിളി ചിലച്ചു. കോയ് കോയ്. 3. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശന്തനുവിനോട് കിളിയെക്കുറിച്ച് അഞ്ജനയ്ക്ക് പറയാതിരിക്കാനായില്ല. കട്ടിലിൽ കിടന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു അയാൾ. ഈയിടെയായി വലിക്കുന്ന സിഗരറ്റുകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിരിക്കുന്നു. ഉറങ്ങുന്നതിനു മുൻപ് തലച്ചോറിലേക്ക് നിക്കോട്ടിൻ കടത്തിവിട്ടില്ലെങ്കിൽ ഉറങ്ങാനാവില്ലെന്നായിരിക്കുന്നു. അഞ്ജനയ്ക്കുള്ള മറുപടി എന്നോണം അലസതയോടെ അയാൾ പറഞ്ഞു. ഏതോ അങ്ങാടിക്കുരുവിയായിരിക്കും. അല്ല, അങ്ങാടിക്കുരുവിയല്ല. ഈ കിളിക്ക് കടും നീല നിറമാണ്, മിഡ്നൈറ്റ് ബ്ലൂ പോലെ. നീലത്തത്തയായിരിക്കും. അല്ല, നീലത്തത്തയ്ക്ക് അടിവയറ്റിൽ വെള്ളയും മഞ്ഞയും ഇടകലർന്ന പാടുകളുണ്ടാവില്ല. എന്നാൽ കരിയിലക്കിളി ആയിരിക്കും. കരിയിലക്കിളികൾക്കെവിടെയാണ് കിന്നരി? നെഞ്ചിൽ വച്ചിരുന്ന ആഷ്ട്രേയിൽ സിഗരറ്റിന്റെ ചാരം കുടഞ്ഞിടവേ അഞ്ജനയുമായി ലാഘവത്തോടെ സംസാരിച്ചിട്ടെത്ര നാളായിരിക്കുന്നു എന്നയാൾ ഓർത്തു. അഞ്ജനയോടൊത്തുള്ള സംസാരം ശന്തനു ആസ്വദിച്ചു. അയാൾ പറഞ്ഞു, എന്നാൽ ഉറപ്പായും നീലകണ്ഠനാണത്. ഒരിക്കലുമല്ല, നീലകണ്ഠൻ വലിപ്പമുള്ള പക്ഷിയാണ്. ഇത്ര ചെറുതായിരിക്കില്ല. എനിക്കറിയില്ല, പക്ഷികളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ലൈറ്റണച്ച് ശന്തനുവിനോട് ചേർന്ന് കിടക്കവേ അഞ്ജന പറഞ്ഞു. ആ കിളിയിൽ എനിക്കെന്തോ പ്രത്യേകത തോന്നുന്നു. എന്ത് പ്രത്യേകത? അത് കേവലം ഒരു കിളിയല്ലെന്ന് എൻ്റെ മനസ്സു മന്ത്രിക്കുന്നു. കിളിയാണെന്നും അല്ലെന്നുമൊക്കെ നീ തന്നെ പറയുന്നു. അല്ല, നിനക്കിതെന്തു പറ്റി? ഉറക്കെ ചിരിച്ചുകൊണ്ടാണ് ശന്തനു മറുപടി നൽകിയത്. അഞ്ജന തന്നോടെന്ന വണ്ണം വീണ്ടും ആവർത്തിച്ചു. അല്ലെന്നേ, അതൊരു പക്ഷിയേ അല്ല. പിന്നെ പട്ടമാണോ അത്? അല്ല, അത് മിമിയാണ്, നമ്മുടെ മിമി. അഞ്ജനയുടെ വാക്കുകൾ ഒരു അലൗകിക ശബ്ദവീചിയിൽ എന്നോണം മുറിയിൽ ഉയർന്നതും ശന്തനു നടുങ്ങി. അടുത്ത നിമിഷം അഞ്ജനയോട് പൂർവാധികം ചേർന്നു കിടന്ന് കവിളിൽ തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചു, നീ മനസ്സിനെ എന്തിനാണ് ഇത്ര വിഷമിപ്പിക്കുന്നത്? സത്യത്തെ അംഗീകരിച്ചേ പറ്റൂ. മിമി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഇനി അവൾ മടങ്ങി വരില്ല. തൻ്റെ ദേഹത്തുനിന്ന് ശന്തനുവിൻ്റെ കൈ എടുത്തു മാറ്റി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അഞ്ജന ജനാലയ്ക്കരികിൽ ചെന്നു നിന്നു. എതിരെയുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വെളിച്ചം തൊട്ടടുത്ത പറമ്പിലേക്ക് തെറിച്ചു കിടന്നിരുന്നു. ആ അരണ്ട വെളിച്ചത്തിൽ പറമ്പിലുണ്ടായിരുന്ന വാഗമരത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് ജിജ്ഞാസയോടെ കണ്ണോടിച്ചുകൊണ്ട് അഞ്ജന പറഞ്ഞു, ഞാൻ വളരെ സൂക്ഷിച്ചു നോക്കിയതാണ്. ആ കിളി അവിടെയല്ല കൂടൊരുക്കിയിരിക്കുന്നത്. ഇവിടെ തന്നെ വേണമെന്ന് എന്താണിത്ര പിടിവാശി? മറ്റെവിടെ നിന്നെങ്കിലും പറന്നെത്തുന്ന പക്ഷിയാവാം അത്. കിടന്നുകൊണ്ടാണ് ശന്തനു അത് പറഞ്ഞത്. ഈ ജനലരികിൽ തന്നെ അത് വരുന്നത് എന്തിനാണ്? അത് കൊള്ളാം. ഈ പരിസരത്ത് ഒഴിഞ്ഞുകിടക്കുന്ന മരങ്ങളുള്ള ഏക സ്ഥലമാണിത്. ഏത് പക്ഷിക്കും അവിടെ വരാമല്ലോ. തോന്നിയാൽ നമ്മുടെ ജനാലയിലും അവയ്ക്ക് വന്നിരിക്കാം. ഇത്രയും കാലം പിന്നെന്തുകൊണ്ട് വന്നില്ല? വന്നിട്ടുണ്ടാവാം, നീയത് ശ്രദ്ധിച്ചു കാണില്ല. അതിന് ശ്രദ്ധിക്കാൻ നിനക്ക് നേരമുണ്ടായിരുന്നില്ലല്ലോ. എനിക്കത്ര ശ്രദ്ധക്കുറവൊന്നുമില്ല. ഒരു കിളി പതിവായി ഇവിടെ വന്നിരിക്കുകയും നൃത്തം ചവിട്ടുകയും ചുറ്റിക്കറങ്ങുകയും ചെയ്താൽ ഞാൻ കാണാതിരിക്കുന്നതെങ്ങനെ? മാത്രമല്ല, രാവിലെയോ വൈകിട്ടോ അല്ല, മറിച്ച് ഉച്ചകഴിഞ്ഞ നേരത്താണ് കിളി സ്ഥിരമായി എത്തുന്നത്. അഞ്ജനയുടെ വാക്കുകൾ മെല്ലെ മെല്ലെ പറന്നുയരാൻ തുടങ്ങിയിരുന്നു. ആ കിളിയുടെ മനസ്സിലിരിപ്പ് ഞാൻ എങ്ങനെ അറിയാനാണ്? അറിയണമെന്നില്ല. അഞ്ജനയുടെ സ്വരം തീക്ഷ്ണമായി. അവർ തുടർന്നു, മിമി ഇവിടെ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതോ പതുക്കെ പതുക്കെ അവളെ മറന്നുകളയാനാണോ ഇഷ്ടം? അതു കേട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അഞ്ജനയുടെ അരികിലെത്തി ശന്തനു ചോദിച്ചു, നിനക്കിതെങ്ങനെ ചോദിക്കാനായി അഞ്ജന? സ്വാർത്ഥനാണ് നിങ്ങൾ, സ്വാർത്ഥൻ.
അത്രയും പറഞ്ഞ് അഞ്ജന വിതുമ്പിക്കരയാൻ തുടങ്ങി. ഒന്നും ഉരിയാടാതെ പിൻവാങ്ങിയ ശന്തനു ഒരു മഞ്ഞു പ്രതിമ പോലെ കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. വീണിടത്തു തന്നെ കിടന്ന് കാതിൽ അലർച്ചയോടെ മുഴങ്ങിയ വാക്കിന്റെ ചൂടിൽ ഉരുകിയൊലിച്ചു. 4. കുറുമ്പി പെണ്ണെ, ഒളിച്ചു കളിക്കാതെ വേഗം വാ. കോയ് കോയ്. വെറുതെ ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്, പറഞ്ഞതനുസരിക്ക്. കോയ് കോയ്. ഇന്ന് നിനക്ക് മിഠായി തീരെ പിടിച്ചില്ല അല്ലേ? കൊള്ളാം. ശ്യാമാപതയുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അയാൾ ഇന്നും നിന്നെക്കുറിച്ചോർത്ത് വ്യസനിച്ചു. മഹാപിശുക്കനാണ് അയാൾ. പക്ഷേ നിനക്കാണെന്ന് പറഞ്ഞയുടൻ അയാൾ അളവൊന്നും നോക്കിയില്ല. കോയ് കോയ്. കോയ് കോയ് എന്ന് പറഞ്ഞ് കൊഞ്ചാതെ വയറ് നിറയെ ആഹാരം കഴിക്ക്. നിനക്കിഷ്ടമുള്ളതൊക്കെ ജനലരികിൽ വച്ചിട്ടുണ്ട്, വേഗം കഴിച്ചോ. മിഠായി വേണ്ടെങ്കിൽ വേണ്ട, പാല് കുടിച്ചേ തീരൂ. പാല് കുടിച്ചാലേ ഐസ്ക്രീം തരൂ. ജനാലയ്ക്കരികിൽ നിരനിരയായി വച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചില ദിവസങ്ങളിൽ കിളി കൊത്തിപ്പറിക്കും. ചിലപ്പോൾ തൊട്ടുനോക്കുക പോലുമില്ല. സ്റ്റീലിന്റെ ചെറിയ പിഞ്ഞാണത്തിൽ വച്ചിരിക്കുന്ന പാലിൽ കൊക്ക് മുട്ടിയാലുടൻ കിളി പറന്നുയരും. ഈയിടെയായി രാവിലെ എഴുന്നേറ്റാലുടൻ തിടുക്കപ്പെട്ടാണ് അഞ്ജന അടുക്കള ജോലികൾ തീർക്കുക. പാചകവും പച്ചക്കറി വാങ്ങലുമെല്ലാം വേഗം തീർത്ത് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി അവർ ജനാലയ്ക്കരികിൽ സന്നിഹിതയാവും. കിളിയുടെ വരവും കാത്തിരിക്കവേ ഉച്ചനേരങ്ങൾ എത്ര ഹ്രസ്വമാണെന്നോർത്ത് അവർ വ്യസനിച്ചു. ആ സമയത്തു മാത്രം ഘടികാര സൂചികൾക്ക് വേഗത കൂടുന്നതായി അവർക്ക് തോന്നി. രാത്രിയായാൽ നേരം പുലരാൻ അഞ്ജന പ്രതീക്ഷയോടെ കാത്തിരുന്നു. സൂര്യനുദിച്ചാൽ അത് പടിഞ്ഞാറേക്ക് ചായാൻ അവർ വെമ്പൽ കൊണ്ടു. ഉച്ചനേരത്ത് സമയം നിലച്ചു പോയെങ്കിലെന്ന് അവർ മോഹിച്ചു. 5. വാതിൽ തുറന്നതും അഞ്ജന പരിഭ്രമിച്ചു. മുമ്പിൽ ശന്തനുവായിരുന്നു. മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു. കണ്ണുകളിൽ താപം. ഒരു കണക്കിന് ഷൂസൂരി അയാൾ കട്ടിലിലേക്ക് വീണു. ജനാലയ്ക്കരികിൽ നിന്ന് നോട്ടം പിൻവലിക്കാതെ വിരക്തിയോടെ അഞ്ജന ചോദിച്ചു, എന്താ, പനി പിടിച്ചോ? തെർമോമീറ്റർ ഒന്നെടുത്തേ. അലമാരയിൽ നിന്ന് തെർമോമീറ്ററുമായി ശന്തനുവിൻ്റെ അടുക്കലെത്തുമ്പോൾ നെറ്റിയിൽ കൈകൾ പിണച്ച് കണ്ണടച്ചു കിടക്കുകയായിരുന്നു അയാൾ. ചുണ്ടുകൾക്കിടയിലൂടെ തെർമോമീറ്റർ തിരുകിക്കൊടുത്ത് ജനാലയ്ക്കരികിലേക്ക് മടങ്ങാനൊരുങ്ങിയതും ശന്തനു അഞ്ജനയുടെ കൈത്തണ്ടയിൽ കയറിപ്പിടിച്ചു. ഒന്നിരുന്നേ, ഒരു നിമിഷമെങ്കിലും. ശന്തനുവിൻ്റെ ശബ്ദം നന്നേ ദുർബലമായിരുന്നു. എത്രയോ കാലത്തിന് ശേഷമാണ് ശന്തനുവിൻ്റെ മുഖത്തേക്ക് സ്വസ്ഥതയോടെ നോക്കുന്നതെന്ന് പൊടുന്നനെ അഞ്ജന തിരിച്ചറിഞ്ഞു. കലങ്ങിമറിഞ്ഞ കണ്ണുകൾ, ചുട്ടുപൊള്ളുന്ന ചൂട്, പനിച്ചൂടിൽ വിളറിപ്പോയ മുഖം. തെർമോമീറ്റർ പുറത്തെടുത്തു നോക്കവേ 103 ഡിഗ്രിയാണ് പനിയെന്നറിഞ്ഞ് അഞ്ജന വിറങ്ങലിച്ചു. പക്ഷേ പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് പഴയ സാരിയെടുത്ത് കീറി ബാത്റൂമിൽ ചെന്ന് നനച്ചെടുത്ത് ശന്തനുവിൻ്റെ നെറ്റിയിലിട്ടു. ഇടയ്ക്കൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച ശന്തനുവിനെ വിലക്കി. വിയർക്കാൻ തുടങ്ങിയ ശന്തനുവിൻ്റെ ഷർട്ടൂരി മാറ്റവേ ഒരിക്കൽ ദൃഢപേശികളാൽ സമൃദ്ധമായിരുന്ന ആ പുരുഷ ശരീരത്തിൻ്റെ മാറിപ്പോയ കോലം കണ്ട് അവർ നടുങ്ങി. കവിളൊട്ടി, തോളെല്ലുന്തി, വാരിയെല്ലുകൾ നിഷ്പ്രയാസം എണ്ണിയെടുക്കാനാവുന്നത്ര ക്ഷീണിച്ചൊട്ടിയ ദേഹത്തിനുടമയായി ശന്തനു മാറിയതുകണ്ട് അഞ്ജനയുടെ മനസ്സ് നീറി. പെട്ടെന്ന് പനിച്ചു പൊള്ളുന്ന അയാളുടെ ശരീരത്തിലേക്ക് അവരൊട്ടിക്കിടന്നു. നെഞ്ചിൽ കവിളുരസിയും കവിളിൽ കവിളുരസിയും ശരീരമാസകലം വിരലോടിച്ചും ആ പനിച്ചൂടിനെ അപഹരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അഞ്ജന. പേരറിയാ പക്ഷി അതിനിടെ അവിടെ വന്നുപോയത് അവരറിഞ്ഞില്ല. 6. പകലൊടുങ്ങുകയായിരുന്നു. വെന്തുകിടന്ന നട്ടുച്ചയ്ക്കുമീതെ സാന്ത്വനം പോലെ സായാഹ്നമെത്തി. അതും പിന്നിട്ട് സന്ധ്യയും സന്ധ്യയ്ക്കൊടുവിൽ രാത്രിയും കടന്നുവന്നു. വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടു. പകൽ നട്ടുച്ചയായും സായാഹ്നമായും സന്ധ്യയായും രാവായും രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനിടയിൽ അഞ്ജനയും ശന്തനുവും അവരറിയാതെ വീണ്ടും ഒരുമിച്ചൊഴുകി ഒന്നായി. എന്നാലും ഇടയ്ക്കിടെ കിടക്കയിൽ നിലാവ് ഇടതടവില്ലാതെ ഒളിച്ചുകളിക്കുന്ന നേരത്ത് പറയാതെ എത്തിയ കാറ്റിൽ വാഗമരച്ചില്ലകൾ ഊഞ്ഞാലാടുന്ന രാത്രികളിൽ അഞ്ജനയ്ക്കരികിൽ ആ പേരറിയാ പക്ഷി നേർത്ത നിലവിളിയായി സ്വപ്നമായി വിരുന്നു വന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ നന്ദി.